വയനാട് 900 കണ്ടിയിൽ കടുവകളുടെ സാന്നിധ്യം ഇന്നലെ രാത്രി പ്രദേശത്ത് കടുവയെയും കുട്ടികളെയും കണ്ടു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും രതീഷ് വാസുദേവനാണ് ചേരുന്നത്. രതീഷ്, ഇത് ജനവാസ മേഖലയാണോ? ഈ ദൃശ്യങ്ങൾ അവിടെയുള്ള ആളുകൾ പകർത്തിയതാണോ? എപ്പോഴാണ് ഈ കടുവയെയും കുട്ടികളെയും അവിടെ കണ്ടത്? സ്വാതി, ഇന്നലെ രാത്രിയാണ് ജീപ്പിൽ യാത്ര ചെയ്യുന്ന പ്രദേശവാസികളായ ആളുകളാണ് ഇത് ചിത്രീകരിച്ചത്. ഇത് സ്വകാര്യ എസ്റ്റേറ്റുകളോട് ചേർന്നുള്ള വനത്തോട് അടുത്ത പ്രദേശം തന്നെയാണ്. ഇവിടെ പക്ഷേ ഈ കടുവയുടെ സാന്നിധ്യം അടുത്തിടെയൊന്നും സ്ഥിരീകരിച്ചിരുന്നില്ല. പുലിയുടെ സാന്നിധ്യം മുൻപ് ഈ പ്രദേശങ്ങളിലെ എസ്റ്റേറ്റുകൾ സ്ഥിരീകരിച്ചിരുന്നു. കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണവും ഈ പ്രദേശത്തിന് അല്പം മറ്റിടങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ കടുവയുടെ സാന്നിധ്യം ഇത്തരം വ്യക്തമായി ശ്രദ്ധിക്കപ്പെട്ടത് ഈ ദൃശ്യങ്ങളിലൂടെയാണ്. പുലിയുടെ സാന്നിധ്യം ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. പക്ഷെ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. എന്തായാലും ജനവാസ മേഖലയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എസ്റ്റേറ്റുകളായതുകൊണ്ട് തന്നെ വീടുകളുടെയൊക്കെ എണ്ണം കുറവുള്ള പ്രദേശമാണ്. ഈ പുത്തുമല, ചൂരൽമല പ്രദേശത്തേക്ക്, മുണ്ടയ്ക്ക പ്രദേശത്തേക്ക് പോകുന്ന പ്രധാന റോഡിനോട് ചേർന്നുള്ള പ്രദേശത്താണ് ഇപ്പോൾ ഇന്നലെ രാത്രി ഈ കടുവയുടെ കുട്ടികൾ ഉൾപ്പെടെയുള്ള സംഘത്തെ കണ്ടിട്ടുള്ളത്. എന്തായാലും ജനങ്ങളോട് പ്രദേശത്തെ രാത്രി യാത്ര ചെയ്യുന്നവർ ഉൾപ്പെടെയുള്ളവരുടെ ജാഗ്രത പുലർത്തണമെന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. സ്വാതി. ശരി രതീഷ്, വയനാട് 900 കണ്ടിയിലാണ് കടുവകളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി പ്രദേശത്ത് കടുവയെയും കുട്ടികളെയും കണ്ടു. നാട്ടുകാർ പകർത്തിയ ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്.